നമുക്ക് കുട്ടികളോട് ആവർത്തിച്ചിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഡിസിപ്ലിൻ വേണമെന്നുള്ളത്. നല്ല ഡിസിപ്ലിൻ വേണം, അച്ചടക്കം ഉണ്ടാവണം എന്ന് നമ്മളിങ്ങനെ പറയും അല്ലേ. അപ്പോൾ ഈ സാധാരണ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ഞാൻ രണ്ട് ടേമുകൾ പറയാം. ഒന്ന് ഡിസിപ്ലിൻ, മറ്റൊന്ന് സെൽഫ് ഡിസിപ്ലിൻ. എന്താണ് ഡിസിപ്ലിനും സെൽഫ് ഡിസിപ്ലിനും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ഡിസിപ്ലിനും മറ്റൊന്ന് സെൽഫ് ഡിസിപ്ലിനും തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ ഒരു പ്രൊഫസർ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ നിനക്ക് ഡിസിപ്ലിനും സെൽഫ് ഡിസിപ്ലിനും തമ്മിലുള്ള വ്യത്യാസം ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. അതായത് നിങ്ങൾ ഒരു റൂമിൻ്റെ അകത്തേക്ക് കയറുകയാണ്. റൂമിൻ്റെ അകത്തേക്ക് കയറി നിങ്ങൾ തന്നെ വാതിലടക്കും. ഓക്കെ, നിങ്ങൾ തന്നെ വാതിലടക്കുമ്പോൾ അത് നിങ്ങളുടെ വീടായി. ഇനി നിങ്ങളൊരു റൂമിൻ്റെ അകത്തേക്ക് കയറിയിട്ട് മറ്റൊരാൾ വാതിലടച്ച് നമ്മൾ അത് അടച്ചു പൂട്ടുന്ന സമയത്ത് അത് ജയിലായിട്ട് മാറും. അതാണ് ജയിലും വീടും തമ്മിലുള്ള വ്യത്യാസം. ജയിലിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ അകത്തേക്ക് കയറി നമ്മളെ ലോക്കപ്പിലേക്ക് കയറ്റി അല്ലെങ്കിൽ ജയിലിലേക്ക് കയറ്റിയാൽ അവിടെയുള്ള ആ വാർഡനോ അല്ലെങ്കിൽ ആരാണ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് വാതിലടക്കുക. നേരെ മറിച്ച് നമ്മളെ വീട്ടിലേക്ക് കയറിയാലോ നാം സ്വന്തമായി എന്ത് ചെയ്യും? വാതിലടക്കും. ഇതാണ് ജയിലും വീടും തമ്മിലുള്ള വ്യത്യാസം. എന്നതുപോലെ തന്നെ ഡിസിപ്ലിനും സെൽഫ് ഡിസിപ്ലിൻ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ സ്വന്തം അറിഞ്ഞ് ചെയ്യുന്നതാണ്. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യുന്നതാണ്. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇവിടെയാണ് ഉദാഹരണത്തിനാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു ബൈക്കിൽ പോകുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം ഹെൽമെറ്റ് ധരിക്കണമെന്ന്. ഒരാൾ ഹെൽമെറ്റ് ധരിക്കുന്നത് പോലീസിനെ പേടിച്ചിട്ടാണ്, ഫൈന് കൊടുക്കുമെന്ന് പേടിച്ചിട്ടാണ് അയാൾ ഹെൽമെറ്റ് ധരിക്കുന്നതെങ്കിൽ അത് ഡിസിപ്ലിനാണ്. കാരണം പോലീസിനെ പേടിച്ച് ഫൈനിനെ പേടിച്ചിട്ടാണ് അയാൾ അവിടെ ആ ഹെൽമെറ്റ് ധരിക്കുന്നത്. നേരെ മറിച്ച് ഒരാൾ എൻ്റെ സേഫ്റ്റിയാണ്, ഞാൻ ബൈക്കിൽ നിന്നും സ്കിഡായി വീണാൽ എൻ്റെ തലക്ക് അപകടം പറ്റും, അത് വലിയ പ്രശ്നം ഉണ്ടാക്കും, ചിലപ്പോൾ മരണം വരെ സംഭവിക്കും എന്ന് പേടിച്ചിട്ട് സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടി ആരുമില്ലാതെ, ഇനി പോലീസ് ഫൈൻ ഒഴിവാക്കിയാൽ പോലും ഞാൻ ഹെൽമെറ്റ് ഉപയോഗിക്കും എന്ന് തീരുമാനിച്ചിട്ട് ഒരാൾ പോകുമ്പോൾ അത് സെൽഫ് ഡിസിപ്ലിനാണ്. അവിടെയാണ് സെൽഫ് ഡിസിപ്ലിനാണ് എപ്പോഴും എന്ത് ചെയ്യുക? ഗുണം ചെയ്യുക. അപ്പോൾ അച്ഛനെ പേടിച്ച്, ടീച്ചറെ പേടിച്ച്, നാട്ടുകാരെ പേടിച്ച് ഒരു ബിഹേവിയർ നമ്മൾ ഫോം ചെയ്യുമ്പോൾ അതെല്ലാം തന്നെ ഡിസിപ്ലിനായിട്ട് മാറും. എന്നാൽ ആരെയും പേടിക്കാതെ അല്ലെങ്കിൽ ആരുടെയും പിന്തങ്ങളില്ലാതെ അല്ലെങ്കിൽ ആരുടെയും നിർബന്ധമില്ലാതെ സ്വന്തമായി നമ്മളൊരു കാര്യം പഠിച്ചെടുത്ത് അത് നടപ്പിൽ വരുത്തുമ്പോൾ അത് ഡിസിപ്ലിനായിട്ട് മാറും. ഇവിടെ ഈ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡിൽ സ്പോണ്ടാനിയസ് ഡിസിപ്ലിനാണ് ഉണ്ടാവുന്നത്. അഥവാ ആരും പഠിപ്പിച്ചിട്ടുണ്ടാകുന്ന ഒരു ഡിസിപ്ലിൻ അല്ല, അവിടെ ഉണ്ടാവുന്നത് സ്പോണ്ടാനിയസ് ആണ്. അത് കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കുന്നതാണ്. ഒരു കുട്ടി ഒരു മെറ്റീരിയലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റു കുട്ടി വളരെ ശ്രദ്ധയോടുകൂടി അതിനെ കാണുന്നു, അതിനെ കേൾക്കുന്നു. ആ സമയത്ത് ആ കുട്ടിയെ ഇൻ്ററപ്റ്റ് ചെയ്യുന്നില്ല. അതേപോലെ എടുത്ത സാധനം അതുപോലെ തിരിച്ചു കൊണ്ടുവെക്കുന്നു, മറ്റു കുട്ടിയെ സഹായിക്കുന്നു. അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഏതെങ്കിലും മെറ്റീരിയൽ വർക്ക് ചെയ്യാൻ പ്രയാസമുണ്ടാകുന്ന സമയത്ത് മറ്റു കുട്ടിയുടെ സഹായം തേടുന്നു. ഇങ്ങനെ ഒരു സ്പോണ്ടാനിയസ് ഡിസിപ്ലിൻ ഈ മോണ്ടിസോറി മെത്തേഡിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഈ മോണ്ടിസോറി സ്കൂളിൻ്റെ ഉത്ഭവം തന്നെ ആദ്യത്തെ സ്കൂളിൽ തന്നെ വന്നത് ഇല്ലിറ്ററേറ്ററായിട്ടുള്ള അഥവാ എഴുത്തും വായനയും അറിയാത്ത നിരക്ഷരരായ ഒരുപാട് പാരൻസിൻ്റെ മക്കളെയാണ് ആദ്യമായി ഡോക്ടർ മറിയാം മോണ്ടിസോറി അവരെ ചേർത്തുകൊണ്ടാണ് ഈ ഒരു മോണ്ടിസോറി സ്കൂൾ തന്നെ മറിയാം മോണ്ടിസോറി ആരംഭിക്കുന്നത്. അവിടെ തന്നെ മറിയാം മോണ്ടിസോറി അവിടെ കണ്ട ഒരു പ്രത്യേകത, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പാരൻസ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ആദ്യം ഈ മറിയാം മോണ്ടിസോറി ഒരുപാട് ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ സ്പോണ്ടാനിയസ് ഡിസിപ്ലിൻ ഉണ്ടാക്കുക, അതാണ് പ്രധാനമായും മോണ്ടിസോറി മെത്തേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വം. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ തത്വങ്ങളെക്കുറിച്ചും കൂടുതൽ മോണ്ടിസോറി കോൺസെപ്റ്റിനെ കുറിച്ചും അറിയാൻ വേണ്ടി നമ്മുടെ കോഴ്സിൽ ഭാഗമാവുക.